നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിൽ ആയിരിക്കാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങേക്ക് നന്ദി സ്തോത്രം കരയറ്റുവാൻ, അങ്ങേ പാടിസ്തുതിക്കുവാൻ അങ്ങ് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഈ നിമിഷങ്ങൾ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറണമേ. കർത്താവിൽ ആശ്രയിപ്പാനും ദൈവത്തിലേക്ക് യഥാർത്ഥമായിട്ട് നോക്കുവാനും കർത്താവെ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനും അങ്ങയുടെ ദിവ്യമായ ശാന്തിയും സമാധാനവും ഒക്കെ അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്നപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി 162 ഗീതം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 162. ഇന്നും യഹോവ നാമം എന്നും പുകഴ്ത്തുമെൻ മനം. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹവും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിൻ്റെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നനവുകളെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവസ്ഥാന മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുടെ പിതാവായ ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ നിന്നെ വന്ദിക്കുന്നു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനാം പുത്രനായ യേശുക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാത ചുമക്കുന്നവനെ ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ. വലുവാത്തിരിക്കുന്നവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മിശിഹായ നീ മാത്രം പരിശുദ്ധാത്മാവോട് കൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലെ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പ്രസക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിനോട് തന്നെ ഉണ്ടായി കൽപ്പനയെ കാപ്പാൻ ഹൃദയങ്ങളെ ഉണക്കണമേ. പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തിയ മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവകിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. അനുതാപ ഹൃദയത്തോടുകൂടി 133 ഗീതത്തിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ചരണം പാടാം. 133 ഗീതത്തിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ചരണം. do
നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയം സ്നേഹമായിരുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴിയിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പുണ്ടാകേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റ് പറയുവേൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല യജ്ഞത്തിലെ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങളെ നീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു നിമിത്തം ഞങ്ങൾ സകല പാപങ്ങളോട് ക്ഷമിക്കണമേ. നിരവിശുദ്ധനായി ഞങ്ങൾ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപരമ പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ പരിശുദ്ധാമത്തിൻ്റെ മഹത്വത്തിനായി ജീവൻ്റെ പുതുക്കത്തിൽ മേലനുസരിപ്പായി കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്കലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്കലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളോട് കൂടെയും. ആമേൻ. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി 22-ാം ഗീതത്തിൻ്റെ How to enable Hit Connect via web browser. 22-ാം ഗീതത്തിൻ്റെ Log in your device via web browser. യഹോവയ്ക്ക് നൽകുവിൻ, ബലം തേജസ്സുമേകുവിൻ. Go to Configuration Network Basic Settings to set device IP parameters, including DNS server. Go to Configuration Network Advanced Settings Platform Access to enable HIT Connect function. If it's your first time you enable this function, a new device verification code is required to set. Click Save to save all the settings. How to activate and add IPC on NVR preparation. The IPC and NVR should be in the same subnet. Click camera icon to enter the IP camera management interface. Then click the inactive button to enter the activation interface. When you click the checkbox of Use Admin Password, the camera will be configured with the admin password of the operating NVR.
If the IP camera's password is same with the NVR, click the add button or one-touch adding to add the camera. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം. After added to NVR, the IP address of camera would be changed automatically. ലേഖനം 13-ാം അധ്യായം 10 മുതൽ 17 വരെയും ആകുന്നു. പഴയ നിയമം ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 10 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. യഹോവയെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്ത്. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയും എന്നു അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണികയും നടുകയും ചെയ്യും എന്ന് അരുളി ചെയ്തിട്ട് അത് എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തും എന്നു അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചവസാനിച്ചു. പുതിയ നിയമ വേദപാഠഭാഗം വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി നാം പാടിയ 22-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം പാടാം. 22-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം. ഇരുന്നാൽ യഹോവയിൽ ജലപ്രളയത്തിനു മേൽ എന്നിത്യം. പുതിയ നിയമത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 10 മുതൽ 17 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ചു കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം
നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഇവിടെ വേദഭാഗങ്ങൾ വായിച്ചവസാനിക്കും. വിശുദ്ധ സുവിശേഷം. സഭയ്ക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള ദൈവത്തിൻ്റെ വചനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള ദൈവത്തിൻ്റെ വചനം. ഒരു ശബ്ബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഒരുത്തൻ ശബ്ബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ച് കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവനിത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ഇവിടെ സുവിശേഷ വേദപാഠ ഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. സഭയ്ക്ക് ഇരിക്കാം. നമ്മുടെ ദേവാലയത്തിലെ ഉപയോഗത്തിനായിട്ട് ഒരു മകൾ അവരുടെ ആദ്യത്തെ സാലറിയിൽ നിന്നും കിട്ടിയ പണം കൊണ്ട് ദേവാലയത്തിലെ വസ്തുക്കളും അതുപോലെ പീഠങ്ങളും ഒക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള തുണികൾ അത് അടിച്ച് നൽകിയിട്ടുണ്ട്. അതൊന്ന് ദേവാലയത്തിൽ സമർപ്പിച്ചു. നമുക്ക് ഈ സമയത്ത് ഈ വസ്തുക്കളെ പ്രാർത്ഥിച്ച് ദേവാലയത്തിലെ വിശുദ്ധ ഉപയോഗത്തിന് വേണ്ടി വേർതിരിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾക്ക് സഭയായിട്ട് ഈ ദേശത്തിൽ നിലനിൽപ്പാനും അങ്ങയുടെ ജനമായിട്ട് ജീവിപ്പാനും ഒക്കെ അങ്ങ് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് നന്ദി കരേറ്റുന്നു. അങ്ങേ ആരാധിക്കുന്നതിന് വേണ്ടി കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ആലയത്തെ നൽകി. അതിന് വേണ്ടുന്ന എല്ലാ വസ്തുക്കളെയും കാലാകാലങ്ങളായിട്ട് അങ്ങ് ഞങ്ങൾ അങ്ങയുടെ മക്കളിലൂടെ നൽകുന്നതിനായിട്ട് ദൈവമേ നന്ദി കരേറ്റുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ദേവാലയത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ വസ്തുക്കൾ അലങ്കരിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന ഈ തുണികളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേവാലയത്തിലെ വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി ഈ വസ്തുക്കളെ അവിടുന്ന് വേർതിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വസ്തുക്കളെ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. തിരുവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായി 221 ഗീതത്തിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ചരണം പാടാം.
221 ഗീതത്തിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ചരണം. വിശ്വാസം എൻ്റെ ആശ്രയം, ഈ ദാസനില്ല സുഹൃതം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ദിവ്യമായ സാന്നിധ്യം ഈ നിമിഷങ്ങളിൽ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് ദൈവം നന്ദി കരേറ്റുന്നു. അല്പസമയം കർത്താവേ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വചനത്തിലൂടെ സഞ്ചരിപ്പാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആ വചനം എന്നും ഞങ്ങളോട് അർത്ഥവത്തായ രീതിയിൽ സംസാരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ വചനം ജീവനുള്ള വചനമാകുന്നുവല്ലോ. ആ വചനം എപ്പോഴും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് പുതിയ ദർശനങ്ങളെ നൽകുകയും ചെയ്തതിനായിട്ട് നന്ദി കരേറ്റുന്നു. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ആയിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്ന വലിയ കൃപയോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഇന്നത്തെ വേദപാഠ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വേദപാഠഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ തലങ്ങളെയും നമ്മുടെ വ്യക്തിത്വ തലത്തെയും അതുപോലെ നമ്മുടെ സാമൂഹിക ജീവിതത്തെയും എല്ലാം പരാമർശിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട ഒരു മാറ്റത്തെ കുറിക്കുന്ന വേദപാഠഭാഗങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദപാഠഭാഗമാണ്.
ദൈവം പ്രവാചകനെ ഒരു കുശവൻ്റെ ആലയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ എങ്ങനെയാണ് ഒരു മണ്ണ് കുഴച്ച് ഒരു പാത്രമുണ്ടാക്കുന്നത് എന്നതിനെ ദൈവം അവിടെ പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഇസ്രായേലിനെ ഉടച്ച് പണിയുവാനായിട്ട് ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമാക്കി മാറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കും എന്ന ഒരു ചിന്തയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സുവിശേഷ വേദപാഠഭാഗം നാം വായിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയാണ് നമുക്ക് അവിടെ കാണുന്നത്. 18 വർഷമായിട്ട് കൂനിയായ ഒരു സ്ത്രീ, ദൈവം അവളുടെ ജീവിതത്തിൽ നൽകുന്ന വിടുതലിനെ, സൗഖ്യത്തെ, അതിനെയാണ് നമ്മൾ സുവിശേഷ വേദപാഠഭാഗത്തിൽ കാണുന്നത്. എങ്ങനെയാണ് നമ്മുടെ അന്ധമായ മതവിശ്വാസവും ആചാരങ്ങളും മനുഷ്യനെ അതിൻ്റെ ബന്ധനത്തിലേക്ക്, ഒരിക്കലും വിമോചനം നൽകാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതും ദൈവം എങ്ങനെയാണ് അവിടെ നിന്നും മനുഷ്യനെ വിടുവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നും ആ ടെസ്റ്റ് നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ വിളി എന്താണ് അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു സഭ എന്ന നിലയിൽ, വിശ്വാസി എന്ന നിലയിൽ, ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ നമ്മുടെ വിളി എന്താണ്? നമുക്കൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ്. അത് ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ്. അത് ദേവാലയത്തിലല്ല, യാഗപീഠത്തിലല്ല, അത് പാളയത്തിന് പുറത്താണ് എന്ന ഒരു വലിയ വിളിയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ അപമാനം ഏൽക്കുവാനായിട്ടുള്ള ശുശ്രൂഷയാണ് എന്ന് ആ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഡീകൺസ്ട്രക്ഷൻ ഓഫ് സെൽഫ്. നമ്മുടെ സ്വയത്തെ നമ്മൾ പുനർനിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പഴയ നിയമ വേദപാഠഭാഗം നമ്മൾ വായിക്കുന്ന സമയത്ത് യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ ഒരു കളിമണ്ണ്, കുശവൻ്റെ ചക്രം, ഇതൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ നമ്മെ ഒന്നാമതായിട്ട് പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഉടച്ചു നൽകുക എന്നുള്ളതാണ്. നല്ല കളിമണ്ണ്, നല്ല ഉടഞ്ഞ കളിമണ്ണിന് മാത്രമേ നല്ല പാത്രമായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായ വിധേയത്വവും പൂർണ്ണമായ അനുസരണയും പൂർണ്ണമായ ദൈവത്തിലുള്ള സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അത്തരത്തിൽ അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന നമ്മുടെ അഹങ്കാരത്തെയും അഹംഭാവത്തെയും ദൈവത്തിന് വിരുദ്ധമായ നമ്മുടെ ഉദ്ദേശങ്ങളെയും ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് പാകമാകുന്ന രീതിയിലുള്ള കളിമണ്ണായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊരു രൂപാന്തരം, ഒരു ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട്, ഒരു മാനപാത്രമായിട്ട് നമ്മൾ മാറുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ ടെസ്റ്റ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉടച്ചു വാർക്കൽ ആവശ്യമാണ്. നമ്മൾ ആരും തന്നെ പൂർണ്ണരല്ല. എന്നാൽ ദൈവത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി നാം ആയിത്തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു രൂപാന്തരം, ഒരു മാറ്റം, ഒരു ഉടച്ചു വാർക്കൽ അനിവാര്യമാണ് എന്ന് ഈ ടെസ്റ്റ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിന് വിഘാതമായിട്ടുള്ള നമ്മുടെ എല്ലാവിധമായിട്ടുള്ള ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഉദ്ദേശങ്ങളെയും നമ്മുടെ എല്ലാ അഹങ്കാരത്തെയും ഒക്കെ നമ്മൾ മാറ്റിവെച്ചെങ്കിൽ മാത്രമാണ് ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉടഞ്ഞ കളിമണ്ണായിട്ട് മാറുവാനും ഒരു ദൈവത്തിൻ്റെ കയ്യിലൊരു മാനപാത്രമായിട്ട് രൂപാന്തരപ്പെടുവാനും നമുക്ക് സാധ്യമായി തീരുക. കർത്താവ് യേശുക്രിസ്തു യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നല്ല ഫലം കായ്ക്കുന്നതിന് വേണ്ടി കൊമ്പുകൾ ചെത്തി വൃത്തിയാക്കുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ എപ്പോഴും ദൈവം
പാകപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നതാണ് ആ ഒരു ടെസ്റ്റ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ സ്വയം സമർപ്പിക്കുവാൻ, നമ്മെ തന്നെ ഉടയ്ക്കുവാൻ, നമ്മെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുവാൻ, ദൈവത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് മാറുവാൻ ഒക്കെ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് വിനയപ്പെടുത്തിക്കൊണ്ട് സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഒന്നാമത്തെ ടെസ്റ്റിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിന് വേണ്ടി നമ്മളൊരു ഉപകരണമാകണമെങ്കിൽ ഈ കർത്താവിൻ്റെ കയ്യിൽ ഏറ്റവും അനുയോജ്യമായ, അവൻ്റെ കൈക്ക് വഴങ്ങുന്ന രീതിയിലുള്ള ഒരു കളിമണ്ണായിട്ട് നമ്മെ തന്നെ ഉടയ്ക്കുവാനായിട്ടും മാറ്റുവാനായിട്ടും നമുക്ക് സാധ്യമായി തീരണം. കർത്താവായ യേശു ക്രിസ്തു അതാണ് പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഈ ലോകത്തിന് നൽകുന്നതിന് വേണ്ടി കർത്താവ് പൂർണ്ണ മനുഷ്യനായിട്ട്, ഏറ്റവും എളിയവനായിട്ട്, ദൈവത്തിലുള്ള മഹത്വത്തെ എല്ലാം വെടിഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന്, എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ മഹാപുരോഹിതന്മാർ ദൈവാലയത്തിനുള്ളിൽ യാഗപീഠത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കപ്പുറമായിട്ട് പാളയത്തിന് പുറത്ത് അപമാനമേൽക്കുന്ന, ക്രൂശേൽക്കുന്ന ആ ഒരു ദൗത്യത്തെ ചെയ്യുവാൻ തന്നെ ഉടച്ച കർത്താവിൻ്റെ ആ ഒരു ദൗത്യമാണ് നമ്മുടെ ജീവിതത്തിൽ പാഠമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ ദൈവത്തിന് മുമ്പിൽ ഒന്ന് ഉടയ്ക്കുവാനായിട്ട്, ഉടച്ചു വാർക്കുവാനായിട്ട്, നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഒന്നാമത്തെ ടെസ്റ്റ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്, ഡീകൺസ്ട്രക്ഷൻ ഓഫ് അവർ സ്പിരിച്വാലിറ്റി. നമ്മുടെ ആത്മീയതയെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഉടച്ച് വാർക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് നമ്മളവിടെ കാണുന്നത്? ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് 12 വർഷമായിട്ട് കൂനിയായ ഒരു സ്ത്രീ ദേവാലയത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇത്രയും കാലമായിട്ട് ദേവാലയത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ശബത്ത് നാളിൽ ദേവാലയത്തിൽ വന്നപ്പോൾ യേശു അവളെ കാണുകയും അവളുടെ ആ അവസ്ഥ മനസ്സിലാക്കുകയും അവളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ പിന്നീട് സംഭവിക്കുന്ന കാര്യം നമ്മൾ വായിച്ചു കേട്ടു. ഇത് കണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബത്തിൽ അരുത് എന്ന് പറയുകയാണ്. ഇവിടെ ശബത്ത് എന്ന് പറയുന്ന ഒരു ആചാരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ യഹൂദന്മാർക്കുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങൾ കർശനമായിട്ട് പാലിക്കണമെന്ന് വാദിക്കുന്നവരാണ് യഹൂദന്മാർ. അപ്പോൾ ഈ പള്ളിപ്രമാണി പറയുകയാണ്, ഈ ശബത്ത് എന്ന ആചാരത്തെ ലംഘിക്കാനായിട്ട് പാടില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആത്മീയത, അതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള അന്ധമായ ആചാര അനുഷ്ഠാനങ്ങളെയും അന്ധമായ ആത്മീയതയും യേശു എതിർക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മാനവികത എന്ന് പറയുന്ന ഈ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനൊക്കെ വന്നത് ഈ അടുത്ത കാലത്താണ്. ഏകദേശം ഒരു 1800 ശേഷമുള്ള കാലഘട്ടത്തിലാണ് അത്തരത്തിലുള്ള വാദങ്ങൾ വന്നത്. എന്നാൽ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പേ ചോദിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് അവരോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഒരുത്തൻ ശബത്തിൽ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരിക്കുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ചോദിക്കുകയാണ്, നിങ്ങളെ വീട്ടിൽ കാളയ്ക്കും കഴുതയ്ക്കും കൊടുക്കുന്ന ഒരു പരിഗണനയെങ്കിലും മനുഷ്യൻ എന്ന നിലയിൽ ഈ സ്ത്രീക്ക് കൊടുത്തുകൂടെ എന്ന് യേശു ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മീയത എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയിലാണെന്ന് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയമായ ആചാരങ്ങൾ, ആത്മീയമായ അനുഷ്ഠാനങ്ങൾ, അത്തരത്തിലുള്ള റിച്വൽസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. എന്നാൽ പലപ്പോഴും മനുഷ്യന് യാതൊരു പരിഗണനയും നൽകാത്ത വിശ്വാസങ്ങളെ, നമ്മുടെ ക്രിസ്തീയതയിലും അത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രവണതകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ യേശു പറയുകയാണ്, മനുഷ്യനെ കാണുന്ന ആത്മീയതയാണ് ഏറ്റവും വലിയ ആത്മീയത എന്ന് യേശു പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാനവികതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന, മനുഷ്യന് പ്രാധാന്യം നൽകുന്ന
ഒരു ആത്മീയതയെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് യേശു അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഒരു പ്രമാണി വന്നിട്ട്, ന്യായശാസ്ത്രി വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ദൈവരാജ്യം അവകാശമാക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? യേശു പറയുന്നു, കൽപ്പനകളൊക്കെ നീ പ്രമാണിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ, കൽപ്പനകളെല്ലാം ഞാൻ പ്രമാണിക്കുന്നുണ്ട്, അതെല്ലാം എനിക്കറിയാം. ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം എന്ന് യേശു അവനോട് പറയുന്നു. എന്നാൽ ആരാണ് എൻ്റെ കൂട്ടുകാരൻ എന്ന് യേശുവിനോട് അവൻ ചോദിക്കുന്ന സമയത്ത് യേശു അവനോട് പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഒരു ശമര്യക്കാരൻ്റെ കഥയാണ്. ആ കഥയിൽ ശമര്യക്കാരനാണ് ഈ അപകടത്തിൽപ്പെട്ട കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട മനുഷ്യനെ അവനെ കരുതുന്നതും അവനെ സൗഖ്യമാക്കുന്നതും അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്കറിയാം, യേശു ഒരു യഹൂദനാണ്. യേശു യഹൂദ പാരമ്പര്യങ്ങളെ, യഹൂദ ന്യായപ്രമാണത്തെ അതിനെ പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി വന്നവനാണ്. അങ്ങനെയൊക്കെയുള്ള യേശു പറയുന്ന ആ കഥയിൽ നായകൻ എന്ന് പറയുന്നത് ആരാണ്? പുറത്തുള്ളവനാണ്, അല്ലെങ്കിൽ അയിത്തം കൽപ്പിച്ചവനാണ്, അശുദ്ധനായിട്ട് മാറ്റി നിർത്തപ്പെട്ടവനാണ് യേശു പറയുന്ന കഥയിലെ ഹീറോ എന്ന് പറയുന്നത്. യേശു ഇവിടെ ഈ എല്ലാ കാലത്തും യേശു പറയുന്നത് മനുഷ്യന് പ്രാധാന്യം നൽകുന്ന ഒരു ആത്മീയതയെ യേശു ഉയർത്തിപ്പിടിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന ആരാധനയായിട്ടും ദൈവത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന നമ്മുടെ ഒരു അർപ്പണമായിട്ടുമൊക്കെ നമ്മുടെ ആത്മീയത മാറുമ്പോൾ തന്നെ നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുന്ന, അന്യനെ കരുതുന്ന ഒരു ആത്മീയതയായിട്ട് മാറണം എന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് ഡീകൺസ്ട്രക്ഷൻ ഓഫ് സോഷ്യൽ സിസ്റ്റം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ആചാര അനുഷ്ഠാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം. ഇവിടെ ഈ ശബത്ത് എന്ന് പറയുന്ന ആ ഒരു ആചാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് 18 സംവത്സരമായിട്ട് ഈ കുനിഞ്ഞിരിക്കുകയാണ് ബാധയാൽ. അങ്ങനെയുള്ള ആ സ്ത്രീ മറ്റ് പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ ദീർഘകാലം അസുഖമായിട്ട് കഴിയുന്ന ആളുകളെ അവർ ശപിക്കപ്പെട്ടവരായിട്ടാണ് അവർ സമൂഹം കണക്കാക്കിയിരുന്നത്. അവരെ ഈ സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുകയും അവർ അശുദ്ധരായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും അവഗണിക്കപ്പെട്ട, ആത്മീയമായിട്ടുള്ള രീതിയിൽ അശുദ്ധ, അതുപോലെ തന്നെ ശപിക്കപ്പെട്ടവൾ എന്നൊക്കെ ഈ മുദ്ര കുത്തപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ. ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള അവഗണന മറ്റൊന്നും. അങ്ങനെ എല്ലാ രീതിയിലും ഈ ഫിസിക്കലായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള കൂന് എന്ന് പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിലും അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൂനിയായവൾ ആയിരുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. യേശു ഈ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഈ ഒരു സാമൂഹികമായിട്ടുള്ള ഈ ഒരു വിവേചനത്തെ ആണ് യേശു ഇവിടെ ചോദ്യം ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നും ഒരു വിമൺ പേഴ്സ്പെക്റ്റീവിൽ, ഒരു ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ നമ്മളിത് കാണുന്ന സമയത്ത് ഒരുപാട് തലങ്ങളുണ്ട് ഈ ഒരു സംഭവത്തിൽ. ഈ ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള അവഗണന ഒരു സമയത്ത് നിൽക്കുമ്പോൾ തന്നെ അവൾ അശുദ്ധയാണ്, ശപിക്കപ്പെട്ടവളാണ് എന്ന രീതിയിലുള്ള അവഗണന, അങ്ങനെ ഡബിൾ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന ഒരു സ്ത്രീയായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളെ, വിവേചനം, അയിത്തം എന്നൊക്കെ പറയുന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ അത്ര അന്യമല്ലാത്ത, പരിചിതമല്ലാത്ത ഒന്നല്ല. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അത് നടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സ്ത്രീയെ, ഈ ഒരു ടെസ്റ്റ് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ എന്ന രീതിയിലും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ജാതീയമായിട്ടുള്ള വിവേചനവും രണ്ടും ഡബിളായിട്ട് വരുന്ന ഒരു അനുഭവം. ഇങ്ങനെ പല തലത്തിൽ നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് യേശു ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളെ, സമൂഹത്തിന് മറ്റുള്ളവരോടുള്ള ചില പ്രതികരണത്തെ ഒക്കെ, നിലപാടുകളെ ഒക്കെയാണ് യേശു ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അതിനെയാണ് യേശു യഥാർത്ഥത്തിൽ വിമർശിക്കുന്നത്. അപ്പം ഇതൊരു പുനർനിർമ്മാണമായിട്ട്, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വരേണ്ട ഒരു മാറ്റമായിട്ട് യേശു ഈ ഒരു തൻ്റെ സൗഖ്യദായക ശുശ്രൂഷയെ മാറ്റുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെയല്ല നിങ്ങൾ മനുഷ്യരെ കാണേണ്ടത്. മനുഷ്യരെ, ആ മനുഷ്യത്വത്തെയും അവൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. എല്ലാവരും ഇവിടെ പറയുമ്പോൾ അബ്രഹാമിൻ്റെ സന്തതികളാണ് എന്നാണ് യേശു പറയുന്നത്. യഹൂദന്മാർ പറയുന്നത്, അവർ പറയുന്നത് ഞങ്ങളെല്ലാവരും അബ്രഹാമിൻ്റെ സന്തതികളാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് ഊറ്റം കൊള്ളാറുള്ളത്. യേശു അതേ വാക്ക് തന്നെയാണ് പറയുന്നത്. ഈ സ്ത്രീയും ആരാണ്? അബ്രഹാമിൻ്റെ മകളായിട്ട് ജനിച്ചവളാണ്, ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ അപരിഷ്കൃതമായ, വളരെ റിഗ്രസീവായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥകൾ മാറണം എന്ന് യേശു അവിടെ പറയുകയാണ് ഈ ഒരു തൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിലൂടെ യേശു ചെയ്യുന്നത്. അപ്പോൾ യേശു അത്തരത്തിലുള്ള യേശുവിൻ്റെ മിഷൻ എന്ന് പറയുന്നത് സമൂഹത്തെ മാറ്റുന്ന, സമൂഹത്തിൽ പുതിയ ചിന്തകളെ നൽകുന്ന, സമൂഹത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന ഒരു മിഷനായിട്ട്, ഒരു സൗഖ്യദായക ശുശ്രൂഷയായിട്ട് അവിടെ മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു അത്ഭുതം കണ്ടിട്ട് അവിടെയുള്ള ആളുകളൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വന്ന മിഷണറിമാരും ചെയ്തത്. പലപ്പോഴും ഇന്നും നമുക്ക് പോലും അറിയില്ല നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ മിഷണറിമാർ ചെയ്തിരിക്കുന്ന ആ മിഷൻ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ വില എന്താണ് എന്ന് പലപ്പോഴും നമുക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാലഘട്ടത്തിൽ ഈ ദൈവത്തിൻ്റെ ഈ ഒരു ദൗത്യത്തെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നൽകുവാനായിട്ട്, സമൂഹത്തിലൊരു പുനർനിർമ്മാണം വരുത്തുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ബാസൽ മിഷൻ സൊസൈറ്റി ഈ സമൂഹത്തിൽ വന്ന് പ്രവർത്തിച്ച ഒരുപാട് അവരുടെ മിഷൻ പ്രവർത്തനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു കാലഘട്ടത്തിൽ ശൂദ്രൻ, അവൻ വേദം കേൾക്കാൻ പാടില്ല, വേദം കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഈ സമൂഹത്തിലേക്ക് വന്ന് എല്ലാവരെയും ഒരു ക്ലാസ് റൂമിലിരുത്തി എഡ്യൂക്കേഷൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് എല്ലാ സമൂഹത്തിനും വിദ്യാഭ്യാസം നൽകി തുടങ്ങിയതോടു കൂടിയിട്ടാണ് ഇവിടെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണം എന്നുള്ള ഒരു ആശയം ഉടലെടുത്തത്. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണം, ആരെയും മാറ്റി നിർത്താൻ പാടില്ല എന്ന ഒരു കുറ്റബോധം, ഒരു ജാള്യത ഈ സമൂഹത്തിൽ ഉണ്ടായത് എപ്പോഴാണ്? ഇവിടെ മിഷനറിമാർ വന്നിട്ട് എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്തി അവർക്ക് ഒരുപോലെ വിദ്യാഭ്യാസം നൽകി, തൊഴിൽശാലകളിൽ ഒരുപോലെ ജോലി നൽകി, ഒരുപോലെയുള്ള സൗകര്യം നൽകി, ഒരുപോലെ ഒരു പന്തിയിലിരുത്തി ഭക്ഷണം കൊടുത്തു. അങ്ങനെ ചെയ്തപ്പോഴാണ് സമൂഹത്തിൽ ഒരു ജാള്യത വന്നത്. ഇത്തരത്തിൽ മനുഷ്യനെ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മാറ്റി നിർത്തുന്നത് വളരെ മോശമാണ് എന്നുള്ള ഒരു ചിന്ത വന്നത് എപ്പോഴാണ്? മിഷനറിമാർ വന്ന് പ്രവർത്തിച്ചപ്പോഴാണ്. മിഷനറിമാർ വന്ന് മതം മാറ്റി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകി, അവർക്ക് വസ്ത്ര സ്വാതന്ത്ര്യം നൽകി. ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള കരങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? നമുക്ക് പൊതുവേദിയിൽ പറയാൻ കഴിയാത്ത രീതിയിലുള്ള കരമടക്കിയ എന്ന് പറയില്ലേ, ഈ കരങ്ങളുണ്ടായിരുന്നു ഇവിടെ. സ്ത്രീകൾക്ക് മറയ്ക്കുന്നതിനുള്ള അവകാശമില്ലായിരുന്നു, പുരുഷന്മാർക്ക് മീശ വയ്ക്കുന്നതിനുള്ള അവകാശമില്ലായിരുന്നു. ഇതിനൊക്കെ കരമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള സിസ്റ്റം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ മിഷനറിമാർ കൺവേർട്ട് ചെയ്ത് അവരുടെ സ്ത്രീകളെ അവർക്ക് വസ്ത്രം കൊടുത്തു, വസ്ത്രം അണിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് അവരെ പഠിപ്പിച്ചത് മിഷനറിമാരാണ്. അങ്ങനെ അവർ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റ് സ്ത്രീകൾക്കും ഞങ്ങൾക്കും ഈ മാന്യത വേണം എന്ന് ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നത്. അങ്ങനെ എല്ലാവരും വസ്ത്രം ധരിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഈ വസ്ത്രം ഇല്ലാതെ നടക്കുന്നത് ഒരു മോശമാണ്, അതിനെ തടയുന്നത് തെറ്റാണ് എന്നുള്ള ഒരു ചിന്ത ഈ സമൂഹത്തിൽ വന്നത് ഈ മിഷനറിമാരുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഒരു മൊറാലിറ്റിയുടെയും സോഷ്യൽ സ്റ്റാൻഡേർഡിൻ്റെയും ഒരു ബെഞ്ച് മാർക്ക് സമൂഹത്തിൽ ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു ചെയ്തത് ഇതാണ്. ഈ സമൂഹത്തിൽ കൂനിയായിട്ട് നടക്കേണ്ടവളല്ല സ്ത്രീ, മറിച്ച് അവൾ നിവർന്ന് നിൽക്കേണ്ടവളാണ്. അവളെ നിവർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്.
അതുകൊണ്ട് ഈ സ്ത്രീ എന്ന് പറയുന്നത് മൊത്തത്തിൽ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളുടെയും ഒരു പ്രതിനിധിയാണ്. സ്ത്രീ കുനിഞ്ഞിരിക്കുകയാണ്, എന്നാൽ യേശു പറഞ്ഞത് ഞാൻ നിന്നെ കുനിഞ്ഞിടത്തുനിന്ന് ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. യേശുവിൻ്റെ ദൗത്യം അങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തെയാണ് ഈ ഒരു ടെസ്റ്റ് വിളിച്ചോതുന്നത്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള മാനവികമായ കാഴ്ചപ്പാടുകളെയും ഈ ടെസ്റ്റ് നമ്മോട് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ക്രിസ്തീയ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എപ്പോഴും കൊടുക്കുന്ന ഒരു സാമൂഹ്യമായ ഒരു നിലയുടെ ഒരു പ്രത്യേകമായ ഒരു ബെഞ്ച് മാർക്കുണ്ട്. അതിലാണ് നിൽക്കേണ്ടത് എപ്പോഴും നമ്മൾ. അതിനെ എപ്പോഴും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുവാനും അതിനെ എപ്പോഴും സമൂഹത്തിൽ നൽകുവാനും നമുക്കെപ്പോഴും സാധിക്കണം. അതാണ് മിഷണറിമാർ നമുക്ക് പഠിപ്പിച്ച പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ യേശുവിൻ്റെ മിഷനാണ് നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ക്രിസ്ത്യാനിറ്റി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇത് യേശു പറഞ്ഞു, ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ ക്രൂശ് എടുക്കുവാനുള്ള ദൗത്യം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മളെപ്പോഴും വെച്ച് പുലർത്തണം. പിന്നീട് യേശു പറഞ്ഞ ഈ ഒരു ദൗത്യമാണ് നമുക്കുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവങ്ങളൊക്കെയും നമുക്കറിയുന്ന കാര്യങ്ങളാണ്. 2 സിസ്റ്റേഴ്സിനുണ്ടായ പ്രയാസങ്ങൾ. അപ്പോൾ ഇതൊക്കെയും എന്താണ് ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ദൗത്യം? ഈ അന്യവൽക്കരിക്കപ്പെട്ട ആളുകളോട് അവരോട് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയിക്കുക, അവരെ യഥാർത്ഥമായ മനുഷ്യരായിട്ട് കാണുക, മനുഷ്യരായിട്ട് അവരെ പരിഗണിക്കുക, അവർക്ക് ചികിത്സ നൽകുക, അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അവർക്ക് നല്ല സംസ്കാരത്തെ പഠിപ്പിച്ചു കൊടുക്കുക, അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ദൗത്യമാണ്. ഇത് യേശു പറഞ്ഞ പോലെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, പാളയത്തിന് പുറത്തുള്ള ശുശ്രൂഷയാണ് നമുക്കുള്ളത് എന്നാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ. യേശുവിൻ്റെ ശുശ്രൂഷയാണ് നമുക്കുള്ളത്. അത് പൊതുധാരയിലല്ല, മുഖ്യധാരയിലല്ല, മറിച്ച് ഈ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ആളുകളുടെ അടുത്താണ് നമുക്ക് ആ ശുശ്രൂഷയുള്ളത്. അത്തരത്തിൽ ആരാലും അവഗണിക്കപ്പെട്ട, ആരുമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, സംസ്കാരമായിട്ട് ഉന്നതിയില്ലാത്ത ആളുകളുടെ ഇടത്തേക്ക് പോകുവാനും അവരെ വിദ്യാഭ്യാസം നൽകുവാനും അവർക്ക് ശുശ്രൂഷ നൽകുവാനും അവർക്ക് ആതുര ശുശ്രൂഷ നൽകുവാനും ഈ ഇത്തരത്തിലുള്ള ദൗത്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ പാളയത്തിന് പുറത്ത് അപമാനമേൽക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തീയമായിട്ടുള്ള ദൗത്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റുകൾ നമ്മെ പടിപടിയായിട്ട് പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉടച്ചുവാർക്കൽ ആവശ്യമാണ്. ഈ ക്രിസ്തുവിൻ്റെ ഉപകരണമായിട്ട് മാറുന്നതിന് വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഉടച്ചു വാർക്കൽ ഉണ്ടാകുക. നമ്മുടെ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ, മനുഷ്യന് അതീതമായിട്ടുള്ള യാതൊരു ആത്മീയതയുമല്ല, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ പരിഗണിക്കുന്ന ആത്മീയതയാണ് നമുക്ക് വേണ്ടത്. മൂന്നാമതായിട്ട് നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി കഠിനമായിട്ടുള്ളതാണ്. അത് പാളയത്തിന് പുറത്ത്, പാളയത്തിന് പുറത്ത് യേശു എവിടെയാണ് ക്രൂശിലേറ്റപ്പെട്ടത്? ഗൊൽഗോഥ മലയിൽ പുറത്ത്, നഗരത്തിന് പുറത്താണ് യേശു ക്രൂശിൽ മരിക്കപ്പെട്ടത്. ആ ഒരു ദൗത്യമാണ് നമുക്കുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി അന്യവൽക്കരിക്കപ്പെട്ടവരെ, അപരവൽക്കരിക്കപ്പെട്ടവരെ ഒക്കെ തേടുന്ന സ്നേഹമാണ് നമ്മുടെ സ്നേഹം, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ ദൗത്യമാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനുവേണ്ടി ശക്തീകരിക്കുമാറാട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ സ്വീകരിച്ചുവല്ല. നിക്കിയ വിശ്വാസ പ്രമാണം.
സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തെയും സൃഷ്ടിച്ചനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതപുത്രനായി ഏകകർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. തൻ്റെ പിതാവെന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിക്കപ്പെട്ട ഉണ്ടാക്കപ്പെട്ടവൻ എല്ലാ പിതാവിനോട് ഏകതത്വമുള്ളവൻ, അതിനാൽ സകലവും ഉണ്ടായി. അവൻ മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാനാൽ കന്യകമറിൽ നിന്ന് അവതരിച്ച മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവഴുത്തിൽ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്ത് പാത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവനെ അയപ്പാൻ മഹത്വത്തോട് വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാക്കിയില്ല. കർത്താവും ജീവിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകർ കൊണ്ട് പറയിച്ചവനുമായ പരിശുദ്ധാത്മാനും ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ബപ്തിസ്മയും ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിന് വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. സഭയോട് അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ പൊതുവഴിപാടായിട്ട് ലഭിച്ചത് 6434 രൂപ. ജന്മദിന സ്തോത്രദാനമായിട്ട് ലഭിച്ചത് 300 രൂപ. പൂർഫണ്ടിലേക്ക് ലഭിച്ചത് 100 രൂപ. ലേലം ഇനത്തിൽ ലഭിച്ചത് 895 രൂപ. അങ്ങനെ ആകെ 7729 രൂപ. 1/8/2025 വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ സ്തോത്രകാഴ്ചയായിട്ട് ലഭിച്ചത് 370 രൂപ. ഒരു സഹോദരി പൂർ ഫണ്ടിലേക്ക് തന്നത് 500 രൂപ. ഒരു മാതാവ് സൺഡേ സ്കൂൾ ഫണ്ടിലേക്ക് സംഭാവനയായിട്ട് നൽകിയത് 1000 രൂപ. ഈ പ്രിയപ്പെട്ടവരുള്ള സഭയുടെ നന്ദി സ്നേഹവും ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. അതുപോലെ ദേവാലയത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ തുണികൾ നൽകിയ ആ പ്രിയപ്പെട്ട മകളോടുള്ള സഭയുടെ നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷമുള്ള സ്നാക്സ് സംഭാവന ചെയ്തിരിക്കുന്നത് ഒരു കുടുംബമാണ്. അവരോടുള്ള സഭയുടെ നന്ദി സ്നേഹവും ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഒരു കുടുംബം അരി വിതരണം ചെയ്യുന്നതിലേക്ക് 50 കിലോ അരി സംഭാവന നൽകിയിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരനോടും കുടുംബത്തോടുമുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ കൊയ്ത്തുത്സവം വാർഷിക സ്തോത്ര ആരാധനയും ഒക്ടോബർ മാസം 12-ാം തീയതി നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന കാര്യം സഭയെ അറിയിക്കുന്നു. ഈ കൊയ്ത്തുത്സവത്തെ അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളെയും സഭാജനങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കൊയ്ത്തുത്സവത്തോട് അനുബന്ധിച്ച് പതിവ് പോലെ റാഫൽ ടിക്കറ്റ് അടിക്കുന്നുണ്ട്. ഒരു ബുക്കിൽ 10 ലീഫായിരിക്കും. ഒരു ബുക്കിന് 1000 രൂപയാണ് ഉണ്ടായിരിക്കുക എന്ന കാര്യം അറിയിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ കൊയ്ത്തുത്സവത്തിൻ്റെ റാഫൽ ടിക്കറ്റിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് കറി പൗഡർ യൂണിറ്റിലേക്കുള്ള മില്ല് എന്നതാണ്. ഈ വിഷയത്തെയും സഭാജനങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. റാഫൽ ടിക്കറ്റിൻ്റെ അതിൽ സമ്മാനമായിട്ട് നൽകുന്നത്, ഒന്നാം സമ്മാനം 55 ഇഞ്ചുള്ള സ്മാർട്ട് TV 40,000 രൂപയാണ് ഏകദേശം അതിൻ്റെ വില കണക്കാക്കുന്നത്. രണ്ടാം സമ്മാനം ഡബിൾ ഡോർ ഫ്രിഡ്ജ് 30,000 രൂപയാണ് വില കണക്കാക്കുന്നത്. മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് 20,000 രൂപയാണ് വില കണക്കാക്കുന്നത്. കൂടാതെ 2,000 രൂപ വില വരുന്ന 10 സമാശ്വാസ സമ്മാനങ്ങളും നൽകുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. ഈ സമ്മാനങ്ങൾ സഭാജനങ്ങൾക്ക് ഒറ്റയായിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചോ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. താല്പര്യമുള്ളവർ കമ്മിറ്റിയെ സമീപിക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കൊയ്ത്തുത്സവത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പൊതുയോഗം 17/8/2025 നടത്തപ്പെടുന്നതായിരിക്കും എന്ന കാര്യം ഈ സമയത്ത് അറിയിക്കുന്നു. 17/8/2025 ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഈ ഒരു മീറ്റിംഗ് നടത്തപ്പെടും. എല്ലാ സഭാജനങ്ങളും എല്ലാ പോഷക സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളും
ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ശ്രീമാൻ സീലാസ് അമേങ്കര എൻഡോമെൻ്റ് സ്കോളർഷിപ്പ് 2025 അപേക്ഷകൾ ക്ഷണിക്കുന്നു. 1000 രൂപ വീതം 10 പേർക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് നൽകുന്നത്. അപേക്ഷകർ CSI കോടക്കൽ സഭയിലെ അംഗങ്ങളായിരിക്കണം. +2 മുതൽ അങ്ങോട്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുന്നവരായിരിക്കണം. 2 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവർ ആയിരിക്കണം കുട്ടികളുടെ രക്ഷിതാക്കൾ. സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം ലഭ്യമാക്കേണ്ടതാണ്. ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമാണ് അപേക്ഷിക്കുവാനായിട്ടുള്ള അർഹത ഉണ്ടായിരിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31/8/2025 വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും എന്ന കാര്യം അറിയിക്കുന്നു. നോട്ടീസ് ബോർഡിൽ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ വരുന്ന ഞായറാഴ്ച നടത്തപ്പെടും. ഇതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. സൃജനസഖ്യത്തിൻ്റെ പൊതുയോഗം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടത്തപ്പെടുന്നതാണ്. വരുന്ന ഞായറാഴ്ച നമ്മുടെ സഭയിൽ യുവജന ഞായറായിട്ട് ആചരിക്കുകയാണ് എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. നമ്മുടെ സഭയിലെ യുവജനങ്ങൾ വരുന്ന ഞായറാഴ്ച ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. മലപ്പുറം ഏരിയ യൂത്തിൻ്റെ വൺഡേ റിട്രീറ്റ് CSI ക്രൈസ്റ്റ് ചർച്ച് പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഈ ഒരു റിട്രീറ്റ് നടത്തപ്പെടുന്നത്. ഇതിൽ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള അധികരിച്ചുകൊണ്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ ഈ ഒരു റിട്രീറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ സഭയിൽ സഭാമിത്രം ആരെങ്കിലും അതിൽ വരിക്കാനായിട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സഭാ ശുശ്രൂഷകനെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സഭാമിത്രം നിങ്ങളുടെ വീട്ടിൽ വരുത്തുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതാണ്. എല്ലാ സഭാമക്കളും നമ്മുടെ സഭയുടെ സഭാമിത്രം അത് നിങ്ങളുടെ ഭവനത്തിൽ വരുത്തുകയും അതിനെ വരിക്കാനാകണം എന്നും ഈ സമയത്ത് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. മരണം. നമ്മുടെ സഭാംഗമായ ഇവാഞ്ചലിൻ മീരാബായി നമ്പ്രത്ത് 79 വയസ്സ് 1/8/2025 കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അന്ത്യശുശ്രൂഷകൾ 2/8/2025 കൊടക്കൽ പള്ളി സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സഭ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ലീല വയലറ്റ് പണ്ടാർപ്പറമ്പ, ജസ്ലിൻ നെസ്റ്റർ വർഗീസ്, നിഹിൽ സജിൻ പുതുപ്പറമ്പിൽ, ലോറൻസ് പണ്ടാർപ്പറമ്പ, ഓസ്വാൾഡ് റൈസൺ അറുകണ്ടൻ, റീന PK മാടായി, അഡ്വക്കേറ്റ് റാണി K പരങ്ങത്ത്, ഐസൽ ലൈല പഴങ്ങാപ്പറമ്പിൽ, റെൻസ് സക്കായ് മണ്ണാമ്പറമ്പിൽ, ശ്രേയ ഗണേശൻകണ്ടി, ബ്രണ്ണ കാതറിൻ തൊട്ടിപ്പറമ്പിൽ, സുജിത സുനിൽ പരങ്ങത്ത്, ഷോബി റിനു മൂളി, കസിയ മേരി കുന്നങ്കോടി, ഫെബീഷ ഹന്ന മൺറോൾ, ആരുഷ് എബ്രഹാം ആശാരിപ്പറമ്പിൽ, നെയ്തൻ ആരം പോൾ മേലയിടത്ത്, മാൻവി ജൂലിയറ്റ് ചിറക്കൽ. ഇന്ന് ജന്മദിനം കൊണ്ടാടുന്നത് സുശീല ശാന്തകുമാരി സാലിൻസ്, സാൻഡ്ര ലിനോറ പരങ്ങത്ത്, നിഷ സിനിമോൾ പണ്ടാറപ്പറമ്പ, ലിയോ ലാൻസ്ലറ്റ് പുത്തൻപുരയിൽ. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ വിവാഹവാർഷികം കൊണ്ടാടിയവരെയും മറ്റ് പലവിധമായിട്ടുള്ള ദൈവകൃപകൾ അനുഭവിച്ചവരെയും നമുക്ക് ഈ സമയത്ത് ദിവസത്തിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. 29-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം. നോക്കുന്നു കണ്ണുകളെല്ലാം കർത്താവേ നിങ്കലേക്കിതാ.
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവൻ്റെ നാഥനും ജീവൻ്റെ പരിപാലകനുമായ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ സഭയിൽ ജന്മദിനം കൊണ്ടാടിയ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഞങ്ങളുടെ സമയത്ത് ദിവസത്തിൽ ഓർക്കുന്നു. കർത്താവരുടെ ജീവിതത്തിൽ അങ്ങ് നല്ലവനും വല്ലവനുമായിട്ട് കഴിഞ്ഞ നാളുകളിൽ കൂടെയിരുന്നു. ആപത്തിനർത്തുന്നൊക്കെ വിടുവിച്ച് പരിപാലിച്ച് വഴി നടത്തി ആരോഗ്യത്തോടെ സുഖത്തോടെ ഒരു പുതിയ വർഷത്തിലേക്ക് അങ്ങ് കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് ദൈവമേ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഈ പുതിയ വർഷത്തിലും പ്രിയപ്പെട്ട മക്കളോട് കൂടെ ഇരിക്കണമേ. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തിലായിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ഈ പുതിയ വർഷം പ്രിയ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ വർഷമാക്കണമേ. വിവാഹ വാർഷികം കൊണ്ടാടിയവരെ ഞങ്ങളുടെ സമയത്ത് ഓർക്കുന്നു. കുടുംബജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ച പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പുതിയ വർഷത്തിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നൽകുന്ന സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും സ്നേഹവും ഒക്കെ പങ്കിട്ടുകൊണ്ട് ആയിരിക്കാൻ ഈ പുതിയ വർഷത്തിൽ പ്രിയപ്പെട്ട മക്കളെ സഹായിക്കണമേ. കർത്താവെ, പലവിധമായിട്ടുള്ള ദൈവകൃപകൾ നന്മകൾ അനുഭവിച്ചുകൊണ്ട് നന്ദിയോടുകൂടി തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്നും ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ആയിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കുമാറാണമേ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നിങ്ങളോട് കൂടെ എന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെയും നമുക്ക് ഓർക്കാം. ഒരു പുതിയ മാസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രാപിക്കുവാനായിട്ട് നമ്മെ വിനയപ്പെടുത്താം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യം പറയണം. കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യം പറയാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാവ് രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷ നമ്മുടെ മോഡറേറ്ററിന് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്ററിന് വേണ്ടിയും മാർത്തോമാ സഭയുടെ മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാരായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.
അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന എവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവവൃത്തന്മാരോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനയും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവൻ്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്റെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഇടകർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. ഇടകർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ. അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കായി സഭയ്ക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാളെ അർപ്പിക്കും. ഞാൻ കർത്താവിനെ പാടി കീർത്തനം ചെയ്യും. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാട്ടെ. ആമേൻ. നമ്മുടെ ദാനങ്ങളെ ദിവസത്തിൽ സമർപ്പിക്കുമ്പോൾ 240 ഗീതം പാടാം. ഗീതം 240. നീ യേശുവിന് ചേകവൻ ആയിത്തീരാൻ ഇച്ഛിക്കിൽ. Amen.
ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രൻ്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായ ഞങ്ങൾ നിലയിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും മുട്ടുകളെ മടക്കാം. തുടർന്നുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിധിനായിരുന്നത് പോലെ ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് അപ്പം നിൽക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോട് പരിശുദ്ധാത്മാവിനോട് കൂടാതെ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറിയുമാകുന്നു. നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയെയും അവരുടെ സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആധിപരമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സ്രോതത്തിലെ സഹസംഘത്തോടും കൂടെ നിങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സേനദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവെ, നിനക്ക് മഹത്വം ചൊല്ലിയും നിന്റെ മഹത്വമുള്ള നാമത്തെ പൂഴ്ത്തിയും മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ വന്നവരും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെടുവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ യാതൊരു സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവൻ ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെ ഈ പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം പ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആമേൻ. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ പേരിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു. നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പിതാവേ, നിന്റെ കർത്താവായ നിന്റെ പുത്രൻ്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവൻ്റെ മഹത്വമുള്ള പുനരുദ്ധാനത്തെയും സ്വർഗാരണത്തെയും ഓർത്തുകൊണ്ടും അവനെ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹിമപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാനെ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് നിന്റെ കർത്താവാകുന്ന മശിയ എന്ന തലയാകുന്ന അവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോട് കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാന മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. സ്വർഗസ്നായ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്രോതല ഭൂമിയിലും ആകണമേ. നിനക്ക് ആവശ്യമുള്ള ആഹാരത്തെ തരണമേ. നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പരീക്ഷയിൽ കർത്താതെ ദുഷ്ട ഞങ്ങൾ വിടുവിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മെ തന്നെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് വിനയപ്പെടുത്താം. നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന കുശവൻ്റെ കളിമണ്ണ് പോലെ നമ്മെ തന്നെ സ്വയം ഉടച്ച് ദൈവത്തിൻ്റെ കയ്യിൽ വഴങ്ങുന്ന ആ കളിമണ്ണ് പോലെയായി തീരുവാനും ദൈവത്തിൻ്റെ മാനപാത്രങ്ങളായിട്ട് രൂപാന്തരപ്പെടുവാനും നമ്മെ തന്നെ പൂർണ്ണമായിട്ട് വിനയപ്പെടുത്താം. നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന വിനയ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായുള്ള വിലക്കൽ നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? ജീവൻ്റെ ഒപ്പമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം, സത്യമുന്തിരികളായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കർത്താവിൻ്റെ തിരുമേശ ഒരുക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ഇതിൽ വന്ന് പ്രാർത്ഥനയോടുകൂടെ പങ്കുചേരാം.
ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സക്രമ വിശ്വാസത കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന എല്ലാവർക്കും ചേർന്ന് പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യ പുത്രനുടെ കർത്താവുമായി സ്വീകരിച്ചിരിക്കുമല്ലോ. അവൻ്റെ മഹാവിലേറിയ ശരീരവും രക്തവുമാകുന്ന ആത്മീയാകാരങ്ങളെ ഞങ്ങളെ പോഷിപ്പിച്ച് വാഗ്ദാനം നൽകിയിരിക്കുന്നു. എൻ്റെ ഞങ്ങളെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഒടുവിലായ വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അനുപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആരാധനയുടെ അവസാനമായി 126 ഗീതത്തിൻ്റെ അവസാനത്തെ ചരണം പാടാം. 126 ഗീതത്തിൻ്റെ 3-ാമത്തെ ചരണം. ഇങ്ങൊന്നിച്ചു നിൽക്കുന്ന അടിയങ്ങൾ കൈയടിച്ചു നേർന്നല്ല. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നാം സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.